നമസ്കാരം. എല്ലാ പ്രിയ +1, +2 പഠിതാക്കളെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും പരീക്ഷ കഴിഞ്ഞ് റിസൾട്ടിന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയമാണെന്നറിയാം. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളുമായിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ആദ്യമായി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, മികച്ച വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വാല്യുവേഷൻ ജൂലൈ മാസത്തിൽ നടന്ന +1, +2 തുല്യതാ പരീക്ഷയുടെ 2024 ജൂലൈ മാസത്തിൽ നടന്ന +1, +2 തുല്യതാ പരീക്ഷയുടെ വാല്യുവേഷൻ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. 22-ാം തീയതി തുടങ്ങിയ വാല്യുവേഷൻ 22, 23, 24, 25 ദിവസങ്ങളിലായി നടന്നു കഴിഞ്ഞു. +1, +2 തുല്യതാ വാല്യുവേഷൻ ഇന്നാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും എല്ലാ ജില്ലയിലും ഇന്ന് വാല്യുവേഷൻ അവസാനിച്ചു. തുല്യതാ വാല്യുവേഷൻ തുല്യതാ മൂല്യനിർണ്ണയം +1, +2 തുല്യതാ മൂല്യനിർണ്ണയം ഇന്ന് അവസാനിച്ചു എല്ലാ ജില്ലയിലും. അപ്പോൾ നമ്മുടെ മൂല്യനിർണ്ണയം വളരെ സമയബന്ധിതമായി വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. സമയബന്ധിതമായി വിജയകരമായി മൂല്യനിർണ്ണയം അവസാനിച്ചു. ഈ വാല്യുവേഷനും ടാബുലേഷനും ഒരുമിച്ച് നടക്കുന്നത്. ടാബുലേഷൻ എന്ന് പറഞ്ഞാൽ മാർക്ക് എൻട്രിയാണ്. നമുക്ക് കിട്ടിയ ഓരോ പഠിതാവിന് കിട്ടിയ ഓരോ വിഷയത്തിൽ കിട്ടിയ മാർക്കുകൾ എൻട്രി ചെയ്യുന്ന, മാർക്ക് കൂട്ടുന്ന പരിപാടി, അതിനാണ് ടാബുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേ സമയത്ത് നടക്കുന്നത് വാല്യുവേഷനോടൊപ്പം തന്നെയാണ് എന്ത് നടക്കുന്നത്, ടാബുലേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ടാബുലേഷന് വേണ്ടി വേറൊരു സമയത്തിന് വേണ്ടി ഒരു ആവശ്യമില്ല. ടാബുലേഷനും കഴിഞ്ഞു, വാല്യുവേഷനും കഴിഞ്ഞിരിക്കുകയാണ്. അറ്റ് എ ടൈമാണ് രണ്ടും നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ടിനെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നേ ഒരു സാന്ദർഭികമായ കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ റിസൾട്ടിന് ശേഷം +2 തുല്യത റിസൾട്ടിന് ശേഷം എല്ലാവരും എത്രയും പെട്ടെന്ന് TC വാങ്ങി വെക്കേണ്ടതുണ്ട്. TC നമ്മുടെ ജില്ലാ കേന്ദ്രങ്ങളിൽ, ഓരോ ജില്ലയിലെയും സാക്ഷരതാ മിഷൻ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നാണ് TC ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ തുടർ പഠനത്തിന് +2 തുല്യതാ പഠിതാക്കളെല്ലാവരും തുടർ പഠനത്തിന് TC അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ റിസൾട്ട് വന്നാൽ ഉടനെ തന്നെ എല്ലാവരും എന്ത് ചെയ്യണം, TCക്ക് അപേക്ഷിക്കേണ്ടതുണ്ട്. TC പറഞ്ഞു കഴിഞ്ഞു. ജില്ലാ കേന്ദ്രങ്ങളിൽ ഒരു ചെറിയ ഫീസ് വാങ്ങി അതിന് പ്രത്യേക ഫോമുകളൊക്കെ ഉണ്ട്. TCക്ക് പ്രത്യേക അപേക്ഷാ ഫോമുണ്ട്. ആ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുന്നു നമ്മൾ. എന്നിട്ട് TCക്കുള്ള ഒരു പണം അടയ്ക്കാണ്ട് 100 രൂപ എന്തോ ആണ്. ആ ചെറിയ ഒരു ഫീസുണ്ട്. ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, TC വാങ്ങിക്കുക. TC ഇമ്പോർട്ടൻ്റ് ആണ്. TC വാങ്ങണം നമ്മൾ. തുടർ പഠനത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് എന്ത് വേണം, TC ആവശ്യമുണ്ട്. അപ്പോൾ TCക്ക് എല്ലാവരും അപേക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ തുടർ പഠനത്തിന് ഇപ്പോൾ നമ്മളെല്ലാം യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രിയുടെ ലാസ്റ്റ് ഡേറ്റ് 30-ാം തീയതിയാണ്. ജൂലൈ 30-നാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ, നമ്മുടെ ഈ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അവിടെ ഡിഗ്രി ചെയ്യണം എല്ലാവരും എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. നമുക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റും. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. തുല്യതാ ക്ലാസ് പോലെ എല്ലാ ഞായറാഴ്ചയും ക്ലാസ് ലഭിക്കും. നമുക്ക് എല്ലാ ജില്ലയിലും കേന്ദ്രങ്ങളും ഉണ്ട്. നമുക്ക് എന്ത് കിട്ടും, എല്ലാ ഞായറാഴ്ചകളും ക്ലാസ്സുകളും ലഭ്യമാണ്. പിന്നെ മലയാളത്തിൽ എഴുതാം. അങ്ങനെ ഒരുപാട് സൗകര്യമുണ്ട്. സമയത്ത് കൃത്യമായിട്ട് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് മാത്രമായിട്ട് ഗവൺമെൻറ് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയാണ്. എല്ലാ കോഴ്സുകളും UGC അംഗീകരിച്ചതാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഡിഗ്രി പഠനം സാധ്യമാക്കണം. നമ്മുടെ റിസൾട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഡേറ്റ് നീട്ടിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഒരു ഫൈനോട് കൂടിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രിക്ക് ചേരാൻ പറ്റുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രിയുടെ ടൈം നീട്ടിത്തരാൻ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് റിസൾട്ടിലേക്ക് വരാം. നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് 10-നകം, 2024 ഓഗസ്റ്റ് 10-നകം എന്ത് വരും, റിസൾട്ട് വരും. +1ൻ്റെയും +2ൻ്റെയും +1, +2 തുല്യതാ പരീക്ഷയുടെ റിസൾട്ട് ഓഗസ്റ്റ് 10-നകം വരും. ഓഗസ്റ്റ് 10-നകം വരും. ആ റിസൾട്ടിൻ്റെ തലേ ദിവസം കൃത്യമായ ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ കിട്ടിയ വിവരം ഓഗസ്റ്റ് 10-നകം. നമ്മുടെ വാല്യുവേഷൻ കഴിഞ്ഞു, ടാബുലേഷൻ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതേ സമയബന്ധിതമായി തീർത്തിരിക്കുകയാണ്. നമ്മുടെ അപ്പോൾ റിസൾട്ട് വരുന്നത് ഓഗസ്റ്റ് 10-നകം റിസൾട്ട് വരും എന്നാണ് കേൾക്കുന്നത്. ഓഗസ്റ്റ് 10-നകം എന്ത് വരും, റിസൾട്ട് വരും. അപ്പോൾ റിസൾട്ടിന് തലേ ദിവസം എന്ത് ചെയ്യാം, ആ കൃത്യമായ ഡേറ്റ്, നിങ്ങളുടെ കൃത്യമായ സമയം, നിങ്ങൾ ആ ലിങ്ക്, റിസൾട്ടിൻ്റെ ലിങ്ക് ഇതിലൂടെ എങ്ങനെ റിസൾട്ട് അറിയാം,
ആ റിസൾട്ടിന് ലിങ്ക് ഉണ്ട്. ആ ലിങ്കും അതുപോലെ റിസൾട്ടിൻ്റെ സമയമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാം, അങ്ങനത്തെ റിസൾട്ടിൻ്റെ തലേ ദിവസം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും മികച്ച മാർക്ക് വാങ്ങാൻ കഴിയട്ടെ, തുടർ പഠനത്തിന് സാധ്യമാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇഷാ ക്ലാസ് ഏറ്റെടുത്ത നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദ്യമായ നന്ദിയും കടപ്പാടും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം, താങ്ക് യു.